നമസ്കാരം. ഞാൻ ഡോക്ടർ അനീന ബെഹനാൻ, ആയുർവേദ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, പ്രതിഥി ആയുർവേദ ഫോർ വിമൻസ് ഹെൽത്ത്. ഇന്ന് ആയുർവേദ പ്രസവരക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗർഭകാലം പോലെ തന്നെ സ്ത്രീയുടെ ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടുന്ന സമയമാണ് പ്രസവശേഷമുള്ള 1.5 മാസക്കാലം. മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ നിറഞ്ഞ ഈ സമയത്ത് കുഞ്ഞിന്റെ പരിചരണത്തോളം തന്നെ പ്രധാനമാണ് അമ്മയുടെ പരിചരണം. ഗർഭകാലത്തും പ്രസവ സമയത്തും അമ്മ അനുഭവിക്കുന്ന ശാരീരികമായും മാനസികമായുമുള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കാനുള്ള ഒരു കരുതലാണ് ആയുർവേദ പ്രസവരക്ഷ. പ്രസവശേഷമുള്ള 1.5 മാസക്കാലമോ അല്ലെങ്കിൽ ആദ്യത്തെ മാസമുറ വരുന്നത് വരെയോ ഉള്ള സമയമാണ് ആയുർവേദത്തിൽ സൂതികാകാലം എന്ന് പറയുന്നത്. ഈ ഒരു സമയം തന്നെയാണ് പ്രസവരക്ഷയിൽ ഏറ്റവും നിർണായകം. എന്നാൽ ഏറ്റവും ആശങ്കാജനകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതുവരെ വളരെ ഗൗരവത്തോടെ കണ്ടിരുന്ന ഒരു കാര്യം പ്രസവശേഷം കുറച്ച് ലാഘവത്തോടെയാണ് പലരും കാണുന്നത്. വിപണിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രസവരക്ഷാ കിറ്റിനെ ആശ്രയിക്കുകയോ സ്ഥിരമായി വേദുകുളിപ്പിക്കുന്നവരുടെ കയ്യിലേക്ക് അമ്മയെയും കുഞ്ഞിനെയും ഏൽപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഇന്നത്തെ പ്രസവരക്ഷ. ഒരു കാര്യം അറിഞ്ഞിരിക്കുക, അമ്മയുടെ പ്രസവരക്ഷ കുഞ്ഞിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ പ്രസവരക്ഷ ശാസ്ത്രീയമായി അമ്മയുടെയും കുഞ്ഞിന്റെയും അവസ്ഥ വിലയിരുത്തി വേണം ചെയ്യുവാൻ. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുക, പ്രസവത്തെ തുടർന്നുണ്ടാവുന്ന വേദനകൾ ഇല്ലാതാക്കുക, ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുവാൻ സഹായിക്കുക, ഹോർമോൺസ് പൂർവ്വസ്ഥിതിയിലാക്കുക, ഗുണമേന്മയുള്ള മുലപ്പാലിന്റെ ശരിയായ അളവിലുള്ള ഉൽപാദനം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ആയുർവേദ പ്രസവ ശുശ്രൂഷയ്ക്കുള്ളത്. ഇതിനുതകുന്ന ആഹാര രീതിയും ജീവിതശൈലിയും ഉൾപ്പെടുന്നതാണ് ആയുർവേദ പ്രസവരക്ഷാ രീതികൾ. ആയുർവേദം നിഷ്കർഷിക്കുന്ന പ്രസവ ശുശ്രൂഷാ രീതികൾ എല്ലാവർക്കും ഒരുപോലെയല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഗർഭധാരണ സാഹചര്യം, അതായത് സ്വാഭാവികമായതോ അല്ലെങ്കിൽ വന്ധ്യതാ ചികിത്സയ്ക്ക് ശേഷം ഉണ്ടായതോ എന്ന് നോക്കി, പ്രസവ രീതി സുഖപ്രസവമാണോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ, ഫോഴ്സെപ്സ് ഡെലിവറി, വാക്യൂം ഡെലിവറി, ഇങ്ങനെ പല രീതികളുണ്ട്. അതിൽ ഏതെന്ന് നോക്കി ഗർഭകാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾക്ക് ചികിത്സ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്, പ്രസവകാലം എന്നീ ഘടകങ്ങളെല്ലാം നോക്കിയതിനു ശേഷമാണ് പ്രസവ ശുശ്രൂഷ തീരുമാനിക്കപ്പെടുന്നത്. ഇതുകൂടാതെ അമ്മയുടെ ശരീരപ്രകൃതി, ദഹന വ്യവസ്ഥ ഇവയെല്ലാം കണക്കിലെടുക്കുന്നു. അതുപോലെ ഗർഭകാലത്ത് അമ്മയ്ക്ക് ഷുഗർ, ഹൈ BP, അമിതമായ ഛർദി എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയ്ക്കനുസരിച്ചുള്ള രീതികൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇത് ഏറ്റവും പ്രധാനം ആഹാരം തന്നെയാണ്. അമ്മയുടെ ആഹാരമാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അടിസ്ഥാനം എന്നതുകൊണ്ട് തന്നെ പോഷകസമൃദ്ധമായ ആഹാരം കൃത്യമായ അളവിൽ അമ്മയുടെ വിശപ്പിനും ദഹന വ്യവസ്ഥയ്ക്കും അനുസരിച്ച് മാത്രം നൽകുക. അമിതമായി ഭക്ഷണം കഴിപ്പിക്കുന്നത് അമ്മയ്ക്കും ഒപ്പം കുഞ്ഞിനും ദഹനക്കേടിനും മലബന്ധത്തിനും കാരണമായേക്കാം. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം പലവട്ടമായി അമ്മയ്ക്ക് നൽകുകയാണ് ഉചിതം. കിഴങ്ങുവർഗ്ഗങ്ങളുടെ ഉപയോഗം കഴിയുന്നതും കുറയ്ക്കുക. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉലുവ, മുരിങ്ങയില, ചെറുപയർ എന്നിവ ആഹാരത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ദഹനശക്തി കുറയാൻ സാധ്യതയുള്ളതിനാൽ പ്രസവത്തിന് ശേഷം 12 ദിവസം കഴിഞ്ഞു മാത്രം മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ ആയുർവേദം നിർദ്ദേശിക്കുന്നു. മലബന്ധമുണ്ടാക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ ഒഴിവാക്കി ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ദേഹരക്ഷയ്ക്കും ബലം വർദ്ധിക്കുന്നതിനും സാധാരണയായി ഉപയോഗിക്കുന്ന ആട്ടിൻ സൂപ്പ് മുതലായ മാംസം ചേർത്ത പ്രയോഗങ്ങൾ 12 ദിവസത്തിന് ശേഷം ദഹനം നോക്കി മാത്രം നൽകേണ്ടതാണ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വയറ് ചാടുമെന്ന ഭീതിയിൽ വെള്ളം അധികം നൽകാതിരിക്കുന്നത് മുലപ്പാൽ കുറയുന്നതിനും യൂറിനറി ഇൻഫെക്ഷൻസ് മുതലായ രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നതിനും കാരണമാകും. ആഹാരം എന്നതുപോലെ തന്നെ പ്രധാനമാണ് പ്രസവശേഷമുള്ള ശരിയായ വിശ്രമവും. ഗർഭകാലത്ത് വലിയ തോതിൽ വികസിച്ച ഗർഭപാത്രം പൂർവ്വസ്ഥിതിയിലേക്ക് ചുരുങ്ങുന്നതിന് ശരിയായ രീതിയിലുള്ള വിശ്രമം വളരെയധികം സഹായിക്കും. ശരിയായ വിശ്രമം ഇല്ലാത്ത പക്ഷം ഗർഭാശയ പേശികൾ അയഞ്ഞിരിക്കുകയും കാലക്രമേണ ഗർഭാശയ താഴ്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വേദുകുളി. അമ്മയുടെ അവസ്ഥയനുസരിച്ച് ഒരു ആയുർവേദ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എണ്ണകൾ മാത്രം ദേഹത്തും തലയിലും ഉപയോഗിക്കുക.
വേദഗുളിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം തിരഞ്ഞെടുത്ത് തിളപ്പിച്ച് സഹിക്കാവുന്ന ചൂടിൽ ദേഹത്ത് ഒഴിക്കുക. ശസ്ത്രക്രിയയോടനുബന്ധിച്ചുണ്ടാകുന്ന മുറിവും എപ്പിസിയോട്ടമി സ്റ്റിച്ചും മുറിവ് ഉണങ്ങുന്നതുവരെ തൈലമാകാതെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുള്ളത് വ്യായാമമാണ്. പ്രസവാനന്തരം 1 മാസത്തിനു ശേഷം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മിതവും ആയാസരഹിതവുമായ വ്യായാമം, പ്രത്യേകിച്ച് യോഗ, ശീലിക്കാവുന്നതാണ്. പേശികളുടെ ദൃഢതയ്ക്കും ശരീരബലത്തിനും മാനസികാരോഗ്യത്തിനും ഇത് സഹായിക്കുന്നു. മധുരപലഹാരങ്ങളുടെ ലാഘവത്തോടെ പ്രസവിച്ച സ്ത്രീ തടി വെച്ചിരിക്കണം എന്ന തെറ്റായ ധാരണയോടുകൂടി കൊടുക്കുന്ന മരുന്നുകൾ പിന്നീട് പലവിധ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. മരുന്നുകൾ വ്യക്തിനിഷ്ഠാപരമല്ലാതാകുമ്പോൾ, അത് കൃത്യമല്ലാതാകുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും വിപരീത ഫലം ചെയ്യും. ഓർക്കുക, പ്രസവരക്ഷാ മരുന്നുകൾ അമ്മയ്ക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം കുഞ്ഞിന് ഹിതവുമായിരിക്കണം. അത് പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സശ്രദ്ധം വീക്ഷിച്ചതിന് ശേഷം മാത്രം നൽകപ്പെടേണ്ടതാണ്. കാലദേശാന്തരങ്ങൾക്കനുസരിച്ചും വ്യക്തിക്കനുസരിച്ചും ആയുർവേദ പ്രസവ ശുശ്രൂഷ രീതികൾ വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് തന്നെ ഒരു രജിസ്ട്രേഡ് ആയുർവേദ പ്രാക്ടീഷണറുടെ നിർദ്ദേശാനുസരണം മാത്രം ആഹാര ഔഷധികൾ സേവിക്കുക. താങ്ക് യു.